ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम. എല്ലാവർക്കും ഹരി ഓം. ഓം നമോ നാരായണായ. അധ ശുക്ല യജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം നവമ മന്ത്രം. യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഭിഃ അയമദ്ധ്യാ ബ്രഹ്മാ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഃ ഗോപായതി ഇതി ഏകയാ ഇതി കഥമാ സ ഏക ഇതി मन एव इति अनन्दं वै मनः अनन्दा विश्वे देवाः अनन्दमेव स तेन लोकं जयति. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അശ്വലൻ്റെ ചോദ്യങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അതിനുള്ള യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയുമായി കൊണ്ടാണ് 10 മന്ത്രങ്ങളോടുകൂടിയാണ് അശ്വല ബ്രാഹ്മണം. അതിൽ നമ്മൾ ആദ്യത്തെ 2 മന്ത്രങ്ങൾ ആഖ്യായിക കണ്ടു. അതിനുശേഷം 3-ാമത്തെ മന്ത്രം മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നത് മരണത്തെ എങ്ങനെയാണ് ഒരു ജീവൻ അധിവർത്തിക്കേണ്ടത്, പുനർജന്മമില്ലാത്ത അവസ്ഥയെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്. അതിന് മറുപടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ദേവതകളെ ആശ്രയിച്ചാൽ പുനർജന്മമുണ്ടാകും. ദേവതകൾക്കും അടിസ്ഥാനമായിരിക്കുന്ന പരമാത്മാവിനെ ആരാശ്രയിക്കുന്നുവോ അവർക്ക് ഇനിയൊരു പുനർജന്മം ഉണ്ടാവില്ല. അതിമുച്യത, മരണഭയത്തെ അവർ മറികടക്കും എന്ന് കണ്ടു. അതിനുശേഷം അശ്വലൻ വീണ്ടും യാജ്ഞവൽക്യ മഹർഷിയോട് പ്രശ്നം ചോദിക്കുന്നു. 7-ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദ യാഗങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യം. അതിൽ പ്രധാനമായും ദേവതകളെ സ്തുതിക്കുന്ന ഭാഗങ്ങളേതാ, അതായിരുന്നു ചോദ്യം. പുരോനുവാക്യം, യാജ്യം, സസ്യം എന്ന ഉത്തരം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 8-ാമത്തെ മന്ത്രത്തിൽ യജുർവേദ യാഗത്തെ അടിസ്ഥാനമാക്കിയാണ് അശ്വലൻ ചോദ്യം ചോദിച്ചത്. അതിനും യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. യജുർവേദ യാഗത്തിൻ്റെ അടിസ്ഥാന ദേവത സൂര്യദേവത. സൂര്യൻ്റെ പ്രീതിയിലൂടെ അല്ലെങ്കിൽ അനുഗ്രഹത്തിലൂടെ ഒരു ജീവന് പുണ്യം ലഭിക്കുമ്പോൾ ആ ജീവൻ ദേവലോകങ്ങളെ അല്ലെങ്കിൽ ഉയർന്ന സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കും എന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം നമ്മൾ 9-ാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിച്ചു. അതിലെ ചോദ്യം യാജ്ഞവൽക്യ ഇതിഹോവാച. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. കദിഭിഃ അയമദ്ധ്യാ ബ്രഹ്മയജ്ഞം ദക്ഷിണതഃ ദേവതാഭിഃ ഗോപായതി ഇതി. അതായത് ഒരു ബ്രഹ്മൻ ത്രിവേദി, 3 വേദവും അറിയാവുന്ന യജ്ഞയാഗാദികൾ ചെയ്യുന്ന 3 വേദത്തിൻ്റെയും മുഖ്യ പുരോഹിതനായ ആ മുഖ്യ പുരോഹിതനെ ബ്രഹ്മ എന്ന് അതിസംബോധന ചെയ്യുന്നു. ആ ബ്രഹ്മാവ് യാഗം ചെയ്യുമ്പോൾ, ആഹൂതികൾ അർപ്പിക്കുമ്പോൾ ഈ ആഹൂതികളെ സ്വീകരിക്കുന്ന ദേവത, ആ ദേവത എന്ത് ഫലമാണ് നൽകുന്നത് അല്ലേ? ദക്ഷിണതഃ, ആ ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട്. ഇപ്പം നമ്മുടെ മനസ്സിൽ ആ യാഗഭൂമി ഉണ്ടായിരിക്കണം, അല്ലെ യജ്ഞകുണ്ഡം. അവിടെ മുഖ്യ പുരോഹിതനായി ബ്രഹ്മ ഇരിക്കുന്നു. ബ്രഹ്മ ഇങ്ങനെ ആഹൂതികൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പം ഇത് ഏത് ദേവതയാണ് സ്വീകരിക്കുന്നത് അതിൽ നിന്നും ആ ദക്ഷിണ, ആ ആഹൂതി സ്വീകരിച്ചുകൊണ്ട് ഗോപായതി എന്ന് വെച്ചാൽ സംരക്ഷണം കുര്യാത്, എന്ത് സംരക്ഷണമാണ് ദേവത നൽകുന്നത് എന്നാണ് അശ്വലൻ്റെ ചോദ്യം. ഇവിടെ അഥർവണവേദ മുഖ്യ പുരോഹിതനെയും 3 വേദ യാഗങ്ങളും ചെയ്യാൻ സാധിക്കുന്ന മുഖ്യ പുരോഹിതനെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥർവണ വേദശാഖ ഭഗവാൻ വേദവ്യാസ മഹർഷി ഇതിനെ വേദങ്ങളെ ക്രോഡീകരിച്ചപ്പോൾ 3 വേദത്തിൻ്റെയും ഭാഗങ്ങൾ എടുത്തുകൊണ്ട് 4ാമതായി ക്രോഡീകരിക്കപ്പെട്ട വേദശാഖയാണ് അഥർവണവേദം. അഥർവണവേദത്തിനെ പിന്നീട് സംരക്ഷിക്കുവാനായിക്കൊണ്ട് ഭഗവാൻ വേദവ്യാസ മഹർഷി തൻ്റെ പട്ടശിഷ്യന്മാരിൽ 4ാമത്തെ ശിഷ്യനായ സുമന്തു എന്ന ശിഷ്യനാണ് അഥർവണ വേദശാഖ പകർന്നു നൽകിയത്. അദ്ദേഹമാണ് അതിൻ്റെ പ്രവർത്തക ആചാര്യൻ. അഥർവണ വേദത്തിൻ്റെ പിന്നെ ഉപവേദം അർത്ഥശാസ്ത്രമാണ്. അതായത് അർത്ഥശാസ്ത്രം എന്ന് വെച്ചാൽ ധനശാസ്ത്രം, അല്ലെ എക്കണോമിക്സ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ. എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് അഥർവണ വേദത്തിൽ. എങ്ങനെ ധർമ്മത്തിലൂടെ അർത്ഥത്തെ സമ്പാദിക്കാം, ഒരു രാജാവ് എങ്ങനെയാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, ജനങ്ങളുടെ ധനത്തെ സംരക്ഷിക്കേണ്ടത്, ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് വീതം വെച്ച് കൊടുക്കേണ്ടത്, രാജ്യത്തെ എങ്ങനെ അത് സംരക്ഷിച്ചു വെക്കണം, ഒരു പ്രയാസകരമായ സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിച്ചു വെക്കണം, ഇത്യാദി കാര്യങ്ങൾ വിസ്തരിച്ചു പറയുന്ന ശാസ്ത്രമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് ചാണക്യനൊക്കെ മൗര്യ സാമ്രാജ്യത്തിലൊക്കെ വന്നപ്പോൾ അവർ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വേദശാഖയായിട്ട് അല്ലെങ്കിൽ ലൗകിക ശാസ്ത്രമായിട്ട് തന്നെ അതിനെ മാറ്റിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആചാര്യന്മാർ പൂർവ്വ കൃഷികളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ബ്രഹ്മ അറിഞ്ഞിരിക്കണം, അല്ലേ? ബ്രഹ്മാവെന്ന് വെച്ചാൽ ഈ മുഖ്യ പുരോഹിതന് ഇതെല്ലാം അറിയാതിരിക്കണം. അപ്പോൾ ഏത് ദേവതയെ പ്രീതിപ്പെടുത്തിയാൽ നമ്മൾക്ക് സാമ്പത്തികമായ ലാഭമുണ്ടാകും, ഇഹലോകത്ത് നമുക്ക് എങ്ങനെ അവനവനെ സംരക്ഷിക്കാം സാമ്പത്തികമായിട്ട്, അതുപോലെ കുലത്തിനെ, ഗോത്രത്തിനെ, പിന്നെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടത്, എല്ലാത്തിനും അടിസ്ഥാനം സാമ്പത്തികമാണല്ലോ, അല്ലേ? സാമ്പത്തികമുണ്ടെങ്കിൽ തന്നെ ഒരു കെട്ടുറപ്പായി രാഷ്ട്രത്തിനും നമുക്ക് ഓരോ വ്യക്തികൾക്കും. അതിനെക്കുറിച്ചാണ് മുഖ്യമായും അഥർവണ വേദത്തിൻ്റെ ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ യാഗങ്ങളിലൂടെ കുബേരയാഗമൊക്കെ അഥർവണ വേദത്തിലാണ് പറയുന്നത്. എങ്ങനെ ദേവതയെ, കുബേരൻ എന്ന ദേവതയെ പ്രീതിപ്പെടുത്തി നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഇത്യാദികളൊക്കെ വിസ്തരിച്ച് പറയുന്ന ശാഖയാണ്. ഇതിൻ്റെ മന്ത്രദൃഷ്ടാക്കളുണ്ട്. ഭഗവാൻ ബാദരായണന് മുമ്പ് ഈ വേദശാഖയെ ലഭ്യമായ മഹാത്മാക്കളുണ്ട്. അഥർവണൻ, ബ്രഹ്മാവ്, ഭൃഗു, അങ്കിരസ്, വസിഷ്ഠൻ, ഭരദ്വാജൻ, ശൗനകൻ, പ്രജാപതി. വെറുതെ കേട്ടാൽ മതി. ഇവരൊക്കെയാണ് അഥർവണ വേദത്തിൻ്റെ മന്ത്രദൃഷ്ടാക്കൾ. അപ്പം ഈ മന്ത്രദൃഷ്ടാക്കൾ ഭഗവാൻ വേദവ്യാസ മഹർഷിക്ക് മുമ്പുണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്തിനാലാണ് നമുക്ക് ഈ വേദശാഖ തന്നെ ലഭ്യമായത്. പിന്നീട് എന്തായി? ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ തപസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഈ മന്ത്രങ്ങൾ ലഭ്യമായി. പിന്നെ അദ്ദേഹം അതിനെ ക്രോഡീകരിച്ചു. അങ്ങനെയാണ് അഥർവണ വേദശാഖയും അതിൻ്റെ ഉപവേദങ്ങളുമൊക്കെയായി ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൻ്റെ മുഖ്യ യാഗദേവത ചന്ദ്രദേവതയാണ്. അഥർവണ വേദത്തിൻ്റെ മുഖ്യ യാഗദേവത അല്ലെ യജ്ഞദേവത ചന്ദ്രനാണ്. നമ്മൾ ഋഗ്വേദത്തിൻ്റെ കണ്ടു അഗ്നിയാണെന്ന്, യജുർവേദത്തിൻ്റെ കണ്ടു സൂര്യനാണെന്ന്. ഇനി അഥർവണ വേദത്തിൻ്റെ ആരാണ്? ചന്ദ്രദേവതയാണ്. ഈ ചന്ദ്രദേവതയെ യാഗത്തിലൂടെ, മറ്റു ദേവതകളും ഉണ്ട് കേട്ടോ, ഇന്ദ്രൻ, വരുണൻ, എല്ലാവരും ഉണ്ട്. പക്ഷെ മുഖ്യ ദേവത ചന്ദ്രനാണ്. അപ്പോൾ ഈ ബ്രഹ്മാവിരുന്ന് യാഗം ചെയ്യുകയാണല്ലോ മുഖ്യ പുരോഹിതൻ. അപ്പം അദ്ദേഹം
ആ യാഗകുണ്ടത്തിലേക്ക് യജ്ഞങ്ങളും ആഹൂതികളും ഹവിസുക്കളും ഒക്കെ സമർപ്പിച്ച് അത് സ്വീകരിക്കുന്ന, ആ ദക്ഷിണ സ്വീകരിക്കുന്ന ആള് ചന്ദ്രനാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തി ചന്ദ്രദേവതയുടെ അനുഗ്രഹം കൊണ്ട് എന്തിനു വേണ്ടിയാണോ നമ്മൾ യാഗം ചെയ്യുന്നത് ആ ഫലം നൽകാൻ കഴിവുള്ള ദേവതയാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് അതിനെ മുഖ്യദേവത എന്ന് പറയുന്നത്. ഓരോ വേദത്തിനും മുഖ്യ ദേവതകളുണ്ട്. ഇപ്പം നമ്മൾ 3 കണ്ടു. അഗ്നിദേവത ഋഗ്വേദത്തിൻ്റെ, പിന്നെ സാമവേദം ഇനി അടുത്ത 10ാമത്തെ മന്ത്രത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. പിന്നെ യജുർവേദത്തിൻ്റെ നമ്മൾ കണ്ടു, സൂര്യനാണെന്ന് കണ്ടു. ഇവിടെ അഥർവണ വേദത്തിൻ്റെ ചന്ദ്രനാണ്. അപ്പോൾ ഇവിടെ ദേവതാഭിഹി ഗോപായതി ഇതി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ദക്ഷിണകൾ സ്വീകരിച്ചുകൊണ്ട് ദക്ഷിണ അർപ്പിക്കുന്ന ആളെ ആരാണ് സംരക്ഷിക്കുന്നത്? ചന്ദ്രദേവതയാണ് സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഉത്തരത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷി വരികയാണ്. ഏകയാ ഇതി, അത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഏകയാ ഇതി, അതായത് ഒരു ദേവതയാകുന്നു. അതാരാണ്? ചന്ദ്രൻ, ചന്ദ്രദേവത. ചന്ദ്രദേവതയുടെ പേരൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അശ്വലൻ്റെ ചോദ്യവും അങ്ങനെയായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേ അല്ല അശ്വലൻ്റെ, അല്ലേ? ഇവിടെ എവിടെ ആയിട്ട് വന്ന് ബ്രഹ്മ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അല്ലേ? കതിബിഹി അയം അദ്യ ബ്രഹ്മ, ആ ഒറ്റ ക്ലൂവേ ഉള്ളൂ. അപ്പം മുഖ്യ പുരോഹിതനെയാണ് ഇവിടെ ബ്രഹ്മ. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ആ സൂക്ഷ്മത നോക്കൂ. അത് സച്ചിദാനന്ദ ബ്രഹ്മനെ അല്ല അശ്വലൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചതുർമുഖ ബ്രഹ്മാവിനെ അല്ല അശ്വലൻ ഉദ്ദേശിക്കുന്നത്, അത് മുഖ്യ പുരോഹിതനെ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അതിന് ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞു. എന്താണ്? അത് ഏകയാ, ഒരു ദേവതയാകുന്നു. അപ്പം അശ്വലന് മനസ്സിലായി. കൂടുതലൊന്നും യാജ്ഞവൽക്യ മഹർഷി പറയാൻ പോകുന്നില്ല. അപ്പോൾ ജയിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിച്ചേ മനസ്സിലാകൂ എന്ന് അശ്വലന് മനസ്സിലായിട്ട് അശ്വലൻ വീണ്ടും പറയുകയാണ്. കഥമാസ ഏക ഇതി. അങ്ങിങ്ങനെ വെറുതെ 1, 2 നമ്പർ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക, അല്ലേ? അതൊന്നും ശരിയാകില്ല. അത് വിസ്തരിച്ച് തന്നെ അങ്ങ് പറയണം. കഥമാസ ഏക, ആ ഒരു ദേവത ഏതാണ്? അതാണ് കഥമാസ ഏക ഇതി. ആ ഒരു ദേവത ഏതാണ്? അങ്ങ് പറഞ്ഞല്ലോ, ഒരു ദേവതയാണ് ഇത് സ്വീകരിച്ച് ആ യജമാനനെ സംരക്ഷിക്കുന്ന, യാഗം ചെയ്യുന്ന ആളെ സംരക്ഷിക്കുന്നത്. ആ ദേവത ഏതാണ് എന്ന്. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി ഈ അശ്വലനെ പരീക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ അശ്വലൻ്റെ ചോദ്യത്തിൻ്റെ ആ രീതി ഘടന അനുസരിച്ച് യാജ്ഞവൽക്യ മഹർഷിയും അതേപോലെ തന്നെ മറുപടി പറയുകയാണ്. മന ഏവ ഇതി, അത് മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയാകുന്നു. ചന്ദ്രദേവ ഇതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലേ? പക്ഷേ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല. യാജ്ഞവൽക്യ മഹർഷി അതും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. മനയേവ ഇതി, അത് എല്ലാ ജീവരാശികളുടെയും മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയാകുന്നു. ആരാണ് മനസ്സിൻ്റെ അടിസ്ഥാന ദേവത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചന്ദ്രമാ മനസ്സോ ജായതേ, അല്ലേ? ചന്ദ്രദേവതയാകുന്നു മനസ്സിൻ്റെ അടിസ്ഥാന ദേവത. അത് ഇവിടെ പറഞ്ഞു. മന ഏവ ഇതി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അവിടെ ചന്ദ്രദേവ ഇതി, അല്ലേ? ചന്ദ്രദേവതയാകുന്നു അത്. അപ്പം വീണ്ടും അശ്വലൻ ചോദിക്കാതെ തന്നെ യാജ്ഞവൽക്യ മഹർഷി പിന്നെ വിസ്തരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കടമയാണല്ലോ. അദ്ദേഹം 1000 പശുക്കളെ ഗുരുകുലത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടമയാണ്, ആ ദക്ഷിണ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടമയാണ് അശ്വലനോട് വ്യക്തമായി മറുപടി പറയുക എന്നതും. അതുമാത്രമല്ല, ആ വിദ്വത്സഭയെ മുഴുവൻ ആ ഉത്തരം കൊണ്ട് അംഗീകരിക്കപ്പെടുക എന്നതും, അല്ലേ? അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്യുന്നു? അത് വിസ്തരിക്കുകയാണ്, അല്ലേ? അനന്തം വൈ മനഃ, അല്ലയോ അശ്വല, മനസ്സെന്നത് അനന്തമാണല്ലോ, അല്ലേ?
അതായത് എത്ര ജീവാത്മാക്കളുണ്ടോ അത്രയും മനസ്സാണ് അല്ലേ. എൻ്റെ മനസ്സല്ല മറ്റൊരാളുടെ മനസ്സല്ല അടുത്തയാളുടെ മനസ്സ്. നമുക്കെല്ലാവർക്കും അല്ലേ വ്യത്യസ്തമായ മനസ്സുകളാണ്. അതായത് മനസ്സെന്ന് വെച്ചാൽ ഒരു ഉപകരണമല്ലല്ലോ, ചിന്താപ്രവാഹമാണല്ലോ. അപ്പം നമ്മൾ ഓരോ ചിന്തകൾക്കും അനുസരിച്ച് മനസ്സിങ്ങനെ പരിണാമപ്പെട്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് തന്നെ ഒരാൾക്ക് തന്നെ അനന്തം മനസ്സുണ്ട്. കാരണം രാവിലത്തെ മനസ്സായിരിക്കില്ല 1 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലേ. ഇതിന് വൈകിട്ടത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഓരോ സാഹചര്യം അനുസരിച്ച് മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ വിശേഷണമായിട്ട് അനന്തം എന്ന് പറയുകയാണ്. അനന്തമാണല്ലോ മനസ്സ് അല്ലേ. അനന്ത ചിന്താപ്രവാഹമാണല്ലോ മനസ്സ്. അത് നമ്മൾ കൂട്ടിച്ചേർക്കണം അവിടെ. കാരണം മനസ്സ് ഉപകരണം അല്ലാത്തതുകൊണ്ട് എന്താണ്, ചിന്തകളുടെ പ്രവാഹമാണ് അല്ലേ. അത് പ്രവാഹം എന്ന് പറയാൻ കാരണം എന്താണ്, എത്ര ചിന്തകളാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് അതിനെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. പ്രവാഹം എന്ന വാക്കിന് അത്രയേ ഉള്ള അർത്ഥം അല്ലേ. കൗണ്ട്ലെസ് തോട്ട്സ് അല്ലേ, നമുക്ക് തന്നെ അറിയില്ല എത്രമാത്രം ചിന്തകളാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അനന്തം വൈ മനഃ എന്ന് വെച്ചാൽ അനന്ത ചിന്താ പ്രവാഹ വൈ മനഃ. അനന്ത ചിന്താ പ്രവാഹ വൈ മനഃ. മനസ്സെന്നത് അനന്തമായ ചിന്തകളുടെ ഒരു കൂട്ടമാണല്ലോ മനസ്സ്. എന്നിട്ട് പറയുന്നു, അനന്ത, അടുത്ത വാക്ക് അനന്ത വിശ്വേ ദേവാഹ. അനന്ത വിശ്വേ ദേവാഹ അല്ലേ, ആ വാക്കാണ്. ആരാണോ, അടുത്ത യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഈ ആരാണോ ഈ എല്ലാ അനന്തങ്ങളായിട്ടുള്ള മനസ്സിന് അടിസ്ഥാന ദേവതയായിരിക്കുന്ന ചന്ദ്രദേവതയെ യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്നത്. അതാണ് വളരെ ചുരുക്കി പറയുകയാണ്. പക്ഷെ ആ 2 പദങ്ങൾ, അനന്ത വിശ്വേ ദേവാഹ എന്ന് പറഞ്ഞ ഈ 2 പദങ്ങൾ യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മനസ്സെന്ന് പറയുന്ന, നമ്മളുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് അനന്തമായ ചിന്തകളുടെ പ്രവാഹമാണല്ലോ. ഈ ചിന്തകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ചന്ദ്രദേവതയാണ്. ആരാണോ ഈ യാഗത്തിലൂടെ മനസ്സിൻ്റെ ദേവതയായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത്, അവർക്ക് എന്തു ഫലമാണ് കിട്ടുക. അതാണ് അനന്ത വിശ്വേ ദേവാഹ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ വിശ്വത്തിലുള്ള അനന്തങ്ങളായ മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവതയായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെ? യാഗത്തിലൂടെ. ഒന്നുകൂടെ പറയാം, ഈ വിശ്വത്തിലുള്ള സകല ജീവാത്മാക്കളുടെയും മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവതയായ ചന്ദ്രദേവനെ ആരാണോ യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്നത് അല്ലേ. യാഗമൊക്കെ ഉപാസനയുടെ ഒരു ഭാഗമാണല്ലോ അല്ലേ, കർമ്മകാണ്ഡമാണല്ലോ അവയെല്ലാം. അപ്പം ആരാണോ ഈ വിധത്തിൽ ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്തുന്നത്. ഇപ്പം അനന്ത വിശ്വദേവാഹ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ വിശേഷണമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കഴിവുകളോട് കൂടിയ ചന്ദ്രനെ, ഏത് കഴിവ്? എല്ലാവരുടെയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ചന്ദ്രദേവനെ ആരാണോ യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്നത് അവർക്ക് എന്ത് ഫലം? അടുത്തത് ഫലശ്രുതിയാണ്. അനന്തം ഏവ സ തേന ലോകം ജയന്തി. ഈ അനന്തം ഏവ സ തേന ലോകം ജയന്തി. അവിടെ അനന്തം എന്ന വാക്കിൻ്റെ അടുത്തായിട്ട് അധ്യാഹാരം ചെയ്യണം. ഭോഗ്യം. അനന്തഭോഗ്യം. ഭോഗ്യം എന്ന് വെച്ചാൽ ഭോഗങ്ങൾ. അനന്തഭോഗ്യം.
അനന്തഭോഗ്യം ഏവ സ തേന ലോകം ജയതി. അനന്തഭോഗ്യം ഏവ സ തേന ലോകം ജയതി. അങ്ങനെയാണ്. അതായത് അവർക്ക് അനന്തങ്ങളായ ഭോഗ്യങ്ങളെ ലഭിക്കുന്ന ഉയർന്ന ലോകപ്രാപ്തി ലഭിക്കും. അതാണ് ഫലം. വളരെ എളുപ്പമാണ് ഇത്. ഇത്രയേ ഉള്ളൂ. മന്ത്രം കഴിഞ്ഞു. ഇവിടെ ഒന്നും അശ്വലന് പറയാനില്ല. ഇത്രയേ ഉള്ളൂ. 9ാമത്തെ മന്ത്രം ഒന്നുകൂടെ പറയാം. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയെങ്കിൽ നമുക്കൊന്നുകൂടെ പറയാതെ. എഴുതിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എവിടെയാ മിസ്സായത് അത് ഒന്നുകൂടെ ചേർക്കണേ. ഒന്നുകൂടെ പറയാം. യാജ്ഞവൽക്യ ഇതിഹോവാച. യാജ്ഞവൽക്യ മഹർഷിയോടായി അശ്വലൻ വീണ്ടും ചോദ്യം ചോദിച്ചു. എന്താണ്? നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. ഋഗ്വേദ ചോദ്യം കഴിഞ്ഞു, യജുർവേദ ചോദ്യം കഴിഞ്ഞു. അടുത്ത സാമവേദം ചോദിക്കാതെ അഥർവണ വേദത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഈ 3 വേദങ്ങളുടെയും മുഖ്യ പുരോഹിതൻ യാഗം ചെയ്യുമ്പോൾ ആരാണ് ഈ യാഗത്തിൻ്റെ ആഹൂതികൾ സ്വീകരിച്ച് അല്ലെങ്കിൽ ദക്ഷിണകൾ സ്വീകരിച്ച്, ആഹൂതി ഇവിടെ ദക്ഷിണ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമർപ്പിക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്ന സകലതിനെയാണ് ഇവിടെ ദക്ഷിണ എന്ന് പറയുന്നത്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആരാണ് സംരക്ഷിക്കുക, ആരാണ് ഈ യാഗത്തിൻ്റെ ഫലം നൽകുക, അതാണ് അശ്വലൻ്റെ ചോദ്യം. അപ്പം യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി. ഇത് ബ്രഹ്മ എന്നുള്ള വാക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഏത് വേദത്തെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി. അപ്പം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഈ ബ്രഹ്മ എന്ന മുഖ്യ പുരോഹിതൻ ഇരുന്ന് യാഗം ചെയ്യുമ്പോൾ ആ യാഗത്തിൻ്റെ ആഹൂതികളൊക്കെ സ്വീകരിക്കുന്നത് ഒരു ദേവതയാണ്. ആ ദേവതയെ ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നില്ല. ആ ദേവതയാണ് എല്ലാവരുടെയും മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവത. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യാജ്ഞവൽക്യ മഹർഷി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് അത് ചന്ദ്രനാകുന്നു. അപ്പം നമ്മളിപ്പം എല്ലാവർക്കും പരിചയമുള്ളത് പറയാം. ഗണപതി ഹോമം ചെയ്യുന്നു, നമ്മൾ ആഹൂതി അർപ്പിക്കുകയാണ്. ആരാണ് അതിൻ്റെ ഫലം നൽകുന്നത്? ഭഗവാൻ ഗണേശനാണല്ലേ. നമ്മൾ ചണ്ഡികാ ഹോമം ചെയ്യുന്നു, ആരാണ് അതിൻ്റെ ഫലം നൽകുന്നത്? സാക്ഷാൽ ദേവിയാണല്ലേ. അപ്പോൾ അങ്ങനെ ആർക്കാണോ നമ്മൾ ആഹൂതി അർപ്പിക്കുന്നത് ആ ദേവതയാണ് അതിൻ്റെ ഫലം നൽകുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രദേവതയാണ് അതിൻ്റെ ഫലം, ആഹൂതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഫലം നൽകുന്നത് ചന്ദ്രദേവതയാണ്. ചന്ദ്രദേവത ഈ ആഹൂതികൾ സ്വീകരിച്ച് ഫലം നൽകുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അദ്ദേഹം എന്താ ചെയ്യുന്നത്? എല്ലാ ജീവികളുടെയും മനസ്സിനെ നിയന്ത്രിക്കുക എന്ന ധർമ്മവും കൂടെ ചെയ്യുന്നുണ്ട്. അത് അഡീഷണലായിട്ട് യാജ്ഞവൽക്യ മഹർഷി കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അശ്വലൻ്റെ ചോദ്യവും നേരെ അല്ലാത്തത് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയും നേരെ ഉത്തരം പറയുന്നില്ല അല്ലേ. അത് വിദ്വത്സഭയുടെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ തർക്കശാസ്ത്രം പഠിക്കുമ്പം അതറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഷഡ് ദർശനങ്ങളിൽ, ഭാരതത്തിൽ 6 ദർശനങ്ങളിൽ ഒരു ദർശനമാണ് തർക്കം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ശാഖയുണ്ടെന്ന് വിചാരിക്കും തർക്കശാസ്ത്രം. അതായത് നമ്മൾ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെ ഖണ്ഡിക്കണം, അതിന് എന്തെല്ലാമാണ് ന്യായങ്ങൾ നിരത്തേണ്ടത് അല്ലേ, അതിനെ എങ്ങനെ വാദപ്രതിവാദത്തിലൂടെ നമ്മുടെ ആശയത്തിനെ സ്ഥാപിക്കാം എന്നുള്ള പറഞ്ഞ് പഠിക്കുന്ന വലിയൊരു ശാഖ തന്നെയാണ്. നമ്മൾ ജ്യോതിഷമൊക്കെ പഠിക്കില്ലേ, വലിയ ശാഖയല്ലേ അത്. അതുപോലെ തന്നെ ഒരു ശാഖയാണ് തർക്കം എന്നുള്ളത്. ഇപ്പോൾ തർക്കശാസ്ത്രത്തിൻ്റെ നിയമമാണ് എങ്ങനെയാണോ നമ്മുടെ എതിരാളി, അതായത് ചോദ്യം ചോദിക്കുന്നയാൾ ചോദിക്കുന്നത് ആ രീതി അനുസരിച്ച് വേണം മറുപടി പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് അശ്വലൻ ചോദിക്കാത്തത് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയും തർക്കത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് നേരിട്ട് ഉത്തരം പറയുന്നില്ല. അത് യാജ്ഞവൽക്യ മഹർഷി അതിനും വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. അത് ചന്ദ്രദേവത എന്നുള്ള വാക്കേ ഉച്ചരിക്കുന്നില്ല, ചന്ദ്രദേവത ആണെന്ന് നമുക്ക് ക്ലൂ തരികയാണ്. അങ്ങനെ മനയേവ ഇതി, അത് എല്ലാവരുടെയും മനസ്സിനെ നിയന്ത്രിക്കുക എന്ന ധർമ്മം ചെയ്യുന്ന ചന്ദ്രദേവതയാകുന്നു ഈ യാഗത്തിൻ്റെ മുഖ്യദേവത.
ആ ദേവതയ്ക്കാണ് ഫലം നൽകാൻ ഉള്ള ധർമ്മം ഉള്ളത്. ആ ഫലം എന്താണ് നൽകുന്നത്? അനന്തം ഏവസ തേനം ലോക ജയതി. അവർക്ക് അനന്തങ്ങളായ ഭോഗ്യങ്ങൾ, അതായത് എണ്ണിയാലൊടുങ്ങാത്തത്ര ഭോഗ്യങ്ങൾ ലഭിക്കുന്ന ലോകം ജയതി. അവിടെ ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി, അവരാ ലോകത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഇനി പുനർജന്മം എന്തായിരിക്കും? അഥർവണ വേദം യാഗം ചെയ്ത് ചന്ദ്രദേവതയുടെ പ്രീതി ലഭിച്ചാൽ എന്തായിരിക്കും പുനർജന്മം? സ്വർഗലോകപ്രാപ്തി. വെറും സ്വർഗലോകത്ത് പോയിട്ട് നമ്മൾ ആ വാതിലിൻ്റെ അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. സ്വർഗലോകത്ത് പോയിട്ട് എന്തൊക്കെ ഭോഗങ്ങളാണോ ലഭ്യമാകാൻ സാധിക്കുന്നത് അതെല്ലാം ഈ യാഗം ചെയ്യുന്ന ആൾക്ക് ലഭ്യമാകും പുനർജന്മത്തിൽ. അതാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നത്. അശ്വലന് മറുപടി കിട്ടി. അശ്വലൻ ആ ചോദ്യത്തിൽ തൃപ്തനാണ്, ആ മറുപടിയിൽ തൃപ്തനാണ്. അതുകൊണ്ട് വീണ്ടും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വിദ്വസഭയും മൗനമായിരിക്കുകയാണ്, അല്ലേ? അവർക്കും തൃപ്തിയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? അശ്വലൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഇതോടുകൂടി അശ്വലൻ മതിയാക്കുകയാണ്, വിജയിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ദശമ മന്ത്രത്തിലേക്ക് പോകാം. 10ാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയം അധ്യ. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയം അധ്യ ഉദ്ഗാത അസ്മിൻ യജ്ഞേ. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയം അദ്യ ഉദ്ഗാത അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി സ്തോഷ്യതി ഇതി സ്തോഷ്യതി ഇതി. തോഷ്യതീതി എന്നല്ലേ? തോഷ്യതി അധികം ഇതി ഒരുമിച്ച് പറയുമ്പോൾ തോഷ്യതീതി. ഒന്നുകൂടെ പറയാം. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയം അദ്യ ഉദ്ഗാത അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി. ഇതി. അടുത്ത സെന്റൻസ് തിസ്ര ഇതി. തിസ്ര ഇതി. കഥമാസ്ത തിസ്ര ഇതി. കഥമാസ്ത തിസ്ര ഇതി. കഥമാസ്ത തിസ്ര ഇതി. കഥമാസ്ത തിസ്ര ഇതി. പുരോനുവാക്യാച യാജ്യാച സസ്യേവ തൃതീയാ. പുരോനുവാക്യാച യാജ്യാച സസ്യേവ തൃതീയാ. കഥമാസ്ത കഥമാസ്ത യാ അധ്യാത്മമിതി. കഥമാസ്ത യാ അധ്യാത്മം ഇതി. പ്രാണ ഏവ പുരോനുവാക്യ അപാനോ യാജ്യ വ്യാനഃ സസ്യ കിം താഭിഹി ജയതി ഇതി. കിം താഭിഹി റകാരം മാറ്റി വിസർഗാക്കുക. കിം താഭിഹി ജയതി ഇതി. കിം താഭിഹി ജയതി ഇതി. പൃഥിവീലോകമേവ പൃഥിവീലോകമേവ പുരോനുവാക്യയാ ജയതി. പൃഥിവീലോകമേവ പുരോനുവാക്യയാ ജയതി. അന്തരീക്ഷലോകം യാജ്യാ. അന്തരീക്ഷലോകം യാജ്യയാ. അന്തരീക്ഷലോകം യാജ്യയാ. ദ്യുലോകം ശസ്യയാ. തതോ ഹ ഹോദാ അശ്വല ഉപരാമ.
തതോ ഹ ഹോദാ അശ്വല ഉപരരാമ. ഒന്നുകൂടെ പറയാവേ. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയം അധ്യാ ഉദ്ഗാധ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി. തിസ്ര ഇതി കഥമാസ്താ തിസ്ര ഇതി പുരോനുവാക്യാ ച യാജ്യാ ച സസ്യേവ തൃതീയ കഥമാസ്താ യാ അധ്യാത്മമിതി പ്രാണ ഏവ പുരോനുവാക്യ അപാനോ യാജ്യ വ്യാനഃ സസ്യ കിം താഭിഃ ജയതി ഇതി പൃഥിവീലോകമേവ പുരോനുവാക്യയാ ജയതി അന്തരീക്ഷലോകം യാജ്യ യാ ദ്യുലോകം സസ്യയാ തതോഹ ഹോദാ അശ്വല ഉപരരാമ. ഒരുമിച്ച് പാരായണം ചെയ്യാം. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയമധ്യ ഉദ്ഗാദ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി തിസ്ര ഇതി കഥമാസ്താ തിസ്ര ഇതി പുരോനുവാക്യാ ച യാജ്യാ ച സസ്യേവ തൃതീയ കഥമാസ്താ യാ അധ്യാത്മമിതി പ്രാണ ഏവ പുരോനുവാക്യ അപാനോ യാജ്യ വ്യാനഃ സസ്യ കിം താഭിഃ ജയതി ഇതി പൃഥിവീലോകമേവ പുരോനുവാക്യയാ ജയതി അന്തരീക്ഷലോകം യാജ്യയാ ദ്യുലോകം ശസ്യയാ തതോഹ ഹോദാ അശ്വലഃ ഉപരരാമ. യാജ്ഞവൽക്യ ഇതിഹോവാച കത്യയമധ്യ ഉദ്ഗാദ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി തിസ്ര ഇതി കഥമാസ്താ തിസ്ര ഇതി പുരോനുവാക്യ ച യാജ്യാ ച സസ്യേവ തൃതീയ കഥമാസ്താ യാ അധ്യാത്മമിതി പ്രാണ ഏവ പുരോനുവാക്യ അപാനോ യാജ്യ വ്യാനഃ സസ്യ കിം താഭിഃ ജയതി ഇതി പൃഥിവീലോകമേവ പുരോനുവാക്യയാ ജയതി അന്തരീക്ഷലോകം യാജ്യയാ ദ്യുലോകം ശസ്യയാ തതോഹ ഹോദാ അശ്വലഃ ഉപരരാമ. തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം സമാപ്തം. യാജ്ഞവൽക്യ ഇതിഹോവാച. അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോടായിട്ട് വീണ്ടും ചോദിക്കുകയാണ്. നമുക്ക് ആ ചോദ്യം ഒന്ന് കാണാം, ഉത്തരം നാളെ പഠിക്കാം. കത്യയമധ്യ ഉദ്ഗാദ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി. അവിടെ വരെ അശ്വലന്റെ ചോദ്യമാണ്. കത്യയം അധ്യ ഉദ്ഗാദ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി. ഇവിടെ നമുക്ക് പരിചയമുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ഉദ്ഗാദ അല്ലെ. നമ്മൾ മുമ്പ് കണ്ടതാണ് ഉദ്ഗാദ എന്നുള്ള വാക്ക്. അത് ഇവിടെ ആവർത്തിക്കുകയാണ് അല്ലെ. ഉദ്ഗാദ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടത് മുമ്പുള്ള മന്ത്രത്തിൽ കണ്ടിരുന്നു. അതായത് ഉദ്ഗാദ എവിടെയായിരുന്നു? 5ആണോ 4ആണോ? 5ാമത്തെ മന്ത്രത്തിലോ 4ാമത്തെ മന്ത്രത്തിലോ കണ്ടിരുന്നു ഉദ്ഗാദ. 5ാമത്തെ മന്ത്രത്തിൽ അല്ലേ. സാമവേദ മുഖ്യ പുരോഹിതൻ ഉദ്ഗാദ 5ാമത്തെ മന്ത്രം അല്ലേ. അത് തന്നെ 10 അല്ലേ. 5, 10 ഉദ്ഗാദ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുണ്ട്. അത് മാത്രമേ ഇവിടെ ഒരു ക്ലൂ ആയിട്ടുള്ളൂ. അശ്വലൻ ചോദിക്കുകയാണ്. അപ്പോൾ ഉദ്ഗാദ ആരാണ്? സാമവേദ മുഖ്യ പുരോഹിതൻ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ചോദ്യം? സാമവേദത്തെ അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമവേദ യാഗത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അശ്വലൻ ചോദിക്കുന്നത്.
സാമവേദത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അശ്വരൻ ചോദിക്കുന്നത്. അമ്മമാരുടെ അവരിരുന്ന് എഴുതുമ്പോൾ പേരക്കുട്ടികൾ വന്നിട്ട് മൈക്ക് ഓൺ ചെയ്യുവേ. എന്നിട്ട് അവരുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. രസമാണ്. ഇവിടെ ഇൻട്രസ്റ്റ് അല്ലേ, അവർക്ക് എല്ലാവരെയും കാണാനും അല്ലേ എന്താണ് അമ്മമ്മ ചെയ്യുന്നതെന്ന് അറിയാനും എല്ലാം ഉള്ള ചെറിയ കുട്ടികളല്ലേ, ഓടി നടക്കുമല്ലേ. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ മൈക്ക് ഓൺ ചെയ്യും ഓഫ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് മടക്കി വരാം. കത്യവധ്യ ഉദ്ഗാത അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഹ സ്തോഷ്യതി ഇതി. അപ്പോൾ സാമവേദ യാഗത്തെ അധികരിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ ചോദിക്കുകയാണ്, എന്താണ്? സാമവേദ യാഗം ചെയ്യുമ്പോൾ മുഖ്യ പുരോഹിതനായ ഉദ്ഗാതാവ്, ചോദ്യം എഴുതിക്കോളൂ. സാമവേദ യാഗം ചെയ്യുമ്പോൾ മുഖ്യ പുരോഹിതനായ, സാമവേദ യാഗം ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്ത കേട്ടോ, ചോദ്യത്തിലില്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചേർത്തതാണത്. സാമവേദ യാഗം ചെയ്യുമ്പോൾ മുഖ്യ പുരോഹിതനായ ഉദ്ഗാതാവ് ആ യാഗത്തിൻ്റെ മുഖ്യദേവതയെയും, അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ വായുദേവത, ആ യാഗത്തിൻ്റെ മുഖ്യദേവതയെയും, ബ്രാക്കറ്റിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് മുഖ്യദേവത വായുദേവതയാണ് സാമവേദത്തിൻ്റെ, അല്ലെ പ്രാണെന്നും പറയും, വായുവിൻ്റെ മറ്റൊരു പര്യായം. ആ യാഗത്തിൻ്റെ മുഖ്യദേവത ബ്രാക്കറ്റിൽ വായുദേവത, ഉപദേവത ബ്രാക്കറ്റിൽ ചന്ദ്രദേവത. മുഖ്യദേവത വായുവും ഉപദേവത ചന്ദ്രൻ, ഇവർ രണ്ടുപേരെയും നമ്മൾ പ്രീതിപ്പെടുത്തണം, എങ്കിലേ സാമവേദ യാഗത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. മുഖ്യദേവതയായ വായുദേവനെയും ഉപദേവതയായ ചന്ദ്രദേവനെയും എഴുതിയല്ലോ അല്ലേ. ഒന്നുകൂടെ പറയാം. സാമവേദ യാഗം ചെയ്യുമ്പോൾ മുഖ്യ പുരോഹിതനായ ഉദ്ഗാതാവ് ആ യാഗത്തിൻ്റെ മുഖ്യ ദേവതയായ വായുദേവനെയും ഉപദേവതയായ ചന്ദ്രദേവനെയും എത്ര ഹൃക്കുകൾ, ഹൃക്കിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതുക സ്തുതി മന്ത്രങ്ങൾ, എത്ര ഹൃക്കുകൾ സ്തുതി മന്ത്രങ്ങൾ ചൊല്ലിയാണ് ദേവതകളെ സ്തുതിക്കുന്നത്, ദേവതകളെ സ്തുതിക്കുന്നത്. അതാണ് ചോദ്യം. എത്ര ഹൃക്കുകൾ ചൊല്ലിയാണ് ദേവതകളെ സ്തുതിക്കുന്നത്? എന്തിനു വേണ്ടി? ദേവതാ പ്രീതിക്കായി. അയ്യോ, അതുകൂടെ വേണേ എഴുതിക്കോളൂ കേട്ടോ. ദേവതാ പ്രീതിക്കായി കൊണ്ട് ദേവതകളെ സ്തുതിക്കുന്നത്, ദേവതാ പ്രീതിക്കായിക്കൊണ്ട് ദേവതകളെ സ്തുതിക്കുന്നത്. എത്ര ഹൃക്കുകൾ ചൊല്ലിയാണ് ദേവതാ പ്രീതിക്കായിക്കൊണ്ട് ദേവതകളെ സ്തുതിക്കുന്നത്? ഒന്നുകൂടെ പറയാം. സാമവേദ യാഗം ചെയ്യുന്ന മുഖ്യ പുരോഹിതനായ ഉദ്ഗാതാവ് ആ യാഗത്തിൻ്റെ മുഖ്യദേവതയായ വായുദേവനെയും ഉപദേവതയായ ചന്ദ്രദേവനെയും എത്ര ഹൃക്കുകൾ സ്തുതി മന്ത്രങ്ങൾ ചൊല്ലിയാണ് ദേവതാ പ്രീതിക്കായിക്കൊണ്ട് സ്തുതി ചെയ്യുന്നത്? അതാണ് ചോദിക്കുന്നത്. ഉദ്ഗാത അസ്മിൻ യജ്ഞി, അസ്മിൻ യജ്ഞി എന്ന് വെച്ചാൽ ഈ യജ്ഞത്തിൽ. ഏത് യജ്ഞത്തിൽ? സാമവേദ യജ്ഞത്തിൽ, യാഗത്തിൽ. ഉദ്ഗാതാവ് മുഖ്യ പുരോഹിതൻ എന്തൊക്കെ ചൊല്ലിയാണ് ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്? അല്ലേ, അതാണ് ചോദ്യം. ഇതിന് മറുപടി യാജ്ഞവൽക്യ മഹർഷി സ്തുതികൾ എത്രയെന്ന് ആദ്യം പറയുന്നു. തിസ്രൈതി, 3 വിധം സ്തുതികൾ, 3 വിധത്തിൽ സ്തുതി ചെയ്താണ് ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്. ഇനി ആ വാക്കുകളാണ് അടുത്തത്. ഏതൊക്കെയാണ്? കഥമാസ്ത തിസ്രൈതി, ആ 3 സ്തുതികൾ ഏതൊക്കെയാണ്? അല്ലെ, ആ 3 ഹൃക്കുകൾ ഏതൊക്കെയാണ്? ഹൃക്കെന്ന് വെച്ചാൽ സ്തുതി ഏതൊക്കെയാണ്? അപ്പോൾ
നമ്മൾ പഠിച്ചത് തന്നെയാണ്, എളുപ്പമാണിത്. പുരോനുവാക്യം എന്നത് പ്രഥമസ്തുതി, യാജ്യം എന്നത് ദ്വിതീയ സ്തുതി, സസ്യം എന്നത് തൃതീയ സ്തുതി, അല്ലേ? എല്ലാ വേദത്തിലും ഏത് ദേവതയും സ്തുതിക്കുന്ന സ്തുതിക്ക് ഈ 3 പേരേ ഉള്ളൂ. അത് സാമവേദം ആയിക്കോട്ടെ, ഋഗ്വേദം ആയിക്കോട്ടെ, ചതുർവേദത്തിൽ ഏതും ആയിക്കോട്ടെ. ഈ സ്തുതിക്ക് ഈ 3 പേരുകളേ ഉള്ളൂ. അപ്പോൾ ഈ സ്തുതി നമ്മൾ പഠിച്ചതാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഉദാഹരണം മാത്രം ഓർത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, അപ്പോൾ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. പുരോനുവാക്യം എന്ന് വെച്ചാൽ എന്താ? വരൂ, നിങ്ങൾ അകത്തേക്ക് കയറി വരൂ, അല്ലേ? അതാണ് പുരോനുവാക്യം. അപ്പോൾ അവർ കയറി വന്ന് നമ്മൾ ആസനം കൊടുക്കും, അല്ലെ ഇരിപ്പിടം കൊടുക്കും, നിങ്ങൾ ഇരിക്കൂ, അല്ലേ? അത് കഴിഞ്ഞ് അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കും, അല്ലെ ചായ കൊടുക്കും, കാപ്പി കൊടുക്കും, പലഹാരം എന്താണോ നമ്മുടെ ആ സമയം എന്താണോ, ഉച്ചയ്ക്കാണ് ഊണ് കൊടുക്കും, അല്ലേ? രാവിലെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം എന്താണോ നമ്മുടെ വീട്ടിലുള്ളത്, അല്ലേ? അതാണ് യാജ്യം. അവർക്ക് വേണ്ടുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നതാണ് രണ്ടാമത്തെ യാജ്യം. മൂന്നാമത്തെ എന്താ? വന്നതിന് നന്ദി, അല്ലേ? വീണ്ടും വരിക, അതാണ് സസ്യം, അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആ അതിഥിയെ മാത്രം, ഗസ്റ്റിനെ മാത്രം ഓർത്താൽ മതി. ഈ 3 വാക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്, അല്ലേ? വന്നു, ഇരിക്കുക, വന്നതിന് നന്ദി, അത്രേ. ദേവതയാവുമ്പോൾ എന്താണ്? അവരെ ക്ഷണിച്ചിരുത്തുന്നു, പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ എന്താണ്? നമ്മുടെ ആവശ്യവും കൂടെ പറയുന്നു, അല്ലേ? ഇന്നതിനാണ് ഞാൻ ക്ഷണിച്ചത്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്, അതെല്ലാം പറയുന്നു. എന്നിട്ട് അവസാനം എന്താ? ഇത് സ്വീകരിക്കണേ, എൻ്റെ ആവശ്യങ്ങൾ ഇത് നിറവേറ്റി തരണേ, വന്നതിന് കൃതാർത്ഥത, അല്ലേ? അതാണ് സസ്യം. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ വാക്കുകളൊന്നും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സന്ദർഭം മാത്രം ഓർത്താൽ മതി. നമുക്ക് ബാക്കി നാളെ കാണാം. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. റെക്കോർഡിങ് ഞാൻ ഇന്നലെ മുതൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. രണ്ടാമത് കേൾക്കുന്നവർ കേട്ട് നോക്കുക. അല്ലെങ്കിൽ ലൈവിന് വരാൻ പറ്റാത്തവരും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചോദിച്ചാൽ മതി. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. എനിക്ക് അറിയേയില്ല ആരൊക്കെയാണ് കേൾക്കുന്നതെന്ന്. നമുക്കത് അറിയാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. അതുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചാൽ അതിൽ തന്നെ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾ ലൈവായിട്ടുള്ളപ്പോൾ നമുക്ക് രാവിലെ തന്നെ ചോദിക്കാം. കാരണം പല അമ്മമാരും പറയുന്നുണ്ട് 8 മണി കഴിഞ്ഞ് പിന്നെ അവർക്ക് പല തിരക്കുകളാണ്, അതുകൊണ്ട് സംശയങ്ങൾ കേൾക്കുന്നില്ല, ഉത്തരങ്ങൾ പറയുന്നതും കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? രാവിലത്തെ പാരായണം കഴിഞ്ഞ ഉടനെ തലേ ദിവസത്തെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പിന്നെ നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് പോകാം. സംശയം ഉണ്ടാകുമായിരിക്കും, കാരണം ഈ വാക്കുകളൊന്നും നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട്. അപ്പം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അടുത്ത ഭാഗവും അടുത്ത മന്ത്രവും നമുക്ക് അടുത്ത ബ്രാഹ്മണവും നമുക്ക് അടുത്ത ആൾ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നു, അവരും പരാജയപ്പെടുന്നു, അടുത്ത ആൾ വരുന്നു. അങ്ങനെ ഒരുപാട് പേര് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ ചോദ്യ ഉത്തര സംവാദ രൂപത്തിലാണ് ഈ ജൽപരൂപ ഉപപത്തി പ്രകരണം എല്ലാം വരുന്നത്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഗാർഗി വരുന്നതാണ്. ഗാർഗി വന്നിട്ട് തോറ്റു കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ആദ്യം ഒരു ബ്രാഹ്മണത്തെ ഗാർഗി ചോദ്യം ചോദിക്കും, എന്നിട്ട് ഗാർഗി അവിടെ പരാജയപ്പെടും. പക്ഷെ ആ പരാജയം സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലേ? ബാക്കി എല്ലാ പുരുഷന്മാരും മിണ്ടാണ്ടിരിക്കും. ഒരു തവണ അവർ ചോദിക്കുകയുള്ളൂ. അവർ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് ഉപരരാമ, അവർ മിണ്ടാണ്ട് കുത്തിരിക്കും. പക്ഷെ ഗാർഗി അങ്ങനെയല്ല. സ്ത്രീകളുടെ സ്വഭാവം ത്രേതായുഗത്തിലെ അങ്ങനെയായിരുന്നു എന്നാണ് തോന്നുന്നത്. ഗാർഗി എന്നിട്ട് തോൽവി സമ്മതിക്കില്ല. അവർ അല്ലേ ഏതറ്റം വരെയും പോകും ജയിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അവർ പറഞ്ഞോട്ടെ, അല്ലേ? അപ്പോൾ എന്തും പറഞ്ഞോട്ടെ, അല്ലേ? കാലം ഇതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കുമല്ലോ. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. പക്ഷെ ഗാർഗി അങ്ങനെ ചെയ്യുന്നില്ല. ഗാർഗി എന്ത് ചെയ്യും? ഗാർഗി അവസാനം വീണ്ടും വരും.
അദ്ദേഹം വീണ്ടും ചോദിച്ച് യാജ്ഞവൽക്യ മഹർഷിയെ പരാജയപ്പെടുത്താനായിട്ട്. പക്ഷെ വീണ്ടും തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ജൽപ്പരൂപ ഉപപത്തി പ്രകരണം മുഴുവനായിട്ടുള്ള ഒരു ഭാഗങ്ങൾ. നമുക്കത് തുടർച്ചയായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.